ഹായ് ഫ്രണ്ട്സ്, OKPSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി റിലേറ്റഡായി ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ക്ലാസുകൾ നൽകുന്നത്. ഭരണഘടനാ ചരിത്രം, ജനാധിപത്യ സംവിധാനം, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ, 1946 ഇടക്കാല മന്ത്രിസഭ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്താൽ ഉടൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ 8590277422 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ ഭരണഘടന എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ഭരണഘടന എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഏത് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിൻ പദമായ കോൺസ്റ്റിറ്റ്യുവർ എന്ന പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുക, കോൺസ്റ്റിറ്റ്യുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഭരണഘടന അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലാ ഓഫ് ലാൻഡ്സ് എന്നറിയപ്പെടുന്നു. ലാ ഓഫ് ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനയാണ്. ഭരണഘടന പൗരന്മാർക്ക് എന്തുറപ്പ് നൽകുന്നു? മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഇത്രയും ബേസിക് കാര്യം ഓർത്തിരിക്കുക. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് കോൺസ്റ്റിറ്റ്യുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന അറിയപ്പെടുന്നത് ലാ ഓഫ് ലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടന എന്ന പോർഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ഉണ്ട്. ആദ്യ ജനാധിപത്യ രാജ്യം ഏത്? ആദ്യ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. ഗ്രീസ് അറിയപ്പെടുന്നത് ആദ്യ ജനാധിപത്യ രാജ്യം എന്നാണ്. ഗ്രീസിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് കൂടെയുണ്ട്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യം? ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് തന്നെയാണ്. അപ്പോൾ ആദ്യ ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഗ്രീസാണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഗ്രീസാണ്. എന്നാൽ ആധുനിക ജനാധിപത്യം ഉദയം ചെയ്ത ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടനാണ് ആൻസർ. ആധുനിക ജനാധിപത്യം ഉദയം ചെയ്ത ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ. കൂടാതെ നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ആൻസർ? ബ്രിട്ടൻ തന്നെയാണ് ആൻസർ. നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യവും ബ്രിട്ടനാണ്. ആധുനിക ജനാധിപത്യം ഉദയം ചെയ്ത രാജ്യം ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ആൻസർ? ബ്രിട്ടൻ എന്നാണ് ആൻസർ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ സ്വിറ്റ്സർലാൻഡ് എന്നുള്ളതാണ്. സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം. അപ്പോൾ ഈ 5 പോയിന്റ് ഗ്രീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 പോയിന്റ്, ബ്രിട്ടനുമായിട്ട് 2 പോയിന്റ്, 1 പോയിന്റ് സ്വിറ്റ്സർലാൻഡുമായിട്ട്. അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞു പോകാതെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ആദ്യ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. കൂടാതെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഗ്രീസ് തന്നെയാണ്. എന്നാൽ ആധുനിക ജനാധിപത്യം ഉദയം ചെയ്ത ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടനാണ്. അതുപോലെ നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യവും ഏതാണ്? ബ്രിട്ടനാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ പോയിന്റ് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബുക്ക് ഏതാണ് എന്നുള്ളത്. ആൻസർ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് രചിച്ചത് റൂസോയാണ്. റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഈ സോഷ്യൽ കോൺട്രാക്റ്റ് അറിയപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. കൂടാതെ നമുക്ക് ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്ത് പോവാം. അപ്പോൾ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഏത്?
അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഭരണഘടന രൂപം കൊണ്ട വർഷം ഏതാണ്? 1789. 789 ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. അമേരിക്കയിൽ ഭരണഘടന ഉദയം ചെയ്ത കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1789 അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ അറിയപ്പെടുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നാണ്. എന്നാൽ അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയുടേതാണ്. അമേരിക്കയുടേതാണ് ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പ്രധാനപ്പെട്ട 3 പോയിന്റ്സ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ ഭരണഘടന രൂപം കൊണ്ട വർഷം ഏതെന്ന് ചോദിച്ചാൽ 1789 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടനയാണ് ആരുടേത്? അമേരിക്കയുടേത്. ഇനി അടുത്ത ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ മനസ്സിലാക്കി പോവുക. ഭരണഘടനയെ നമുക്ക് പ്രധാനമായിട്ട് 2ആയി തരംതിരിക്കാം. ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് ലിഖിത ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഈ വലുത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് ഏതാണ് ചെറുതും ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. ഏതാണ്? അമേരിക്ക. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 1789 അത് ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. 789 എന്നങ്ങ് ഓർത്താൽ മതി. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ആർട്ടിക്കിളുകളാണ് അമേരിക്കൻ ഭരണഘടനയിൽ ഉള്ളത്. അമേരിക്കൻ ഭരണഘടന ആകെ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായി അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, അമേരിക്കൻ ഭരണഘടന ആകെ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞത് ഭരണഘടനയെ പ്രധാനമായിട്ട് ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും 2ആയി തരംതിരിച്ചു. ലിഖിത ഭരണഘടനയുള്ള രാജ്യത്തിന് ഉദാഹരണമാണ് ഇന്ത്യ, അമേരിക്ക. അതുപോലെ അലിഖിത ഭരണഘടനയുള്ള രാജ്യത്തിന് ഉദാഹരണമാണ് ബ്രിട്ടനും ഇസ്രായേലും. ബ്രിട്ടനും ഇസ്രായേലും അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789 ആണെന്ന് നമ്മൾ പറഞ്ഞു. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അതിൽ ആകെപ്പാട് 7 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. അമേരിക്കൻ ഭരണഘടന ആകെ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായി അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഭരണഘടന വരുന്നതിന് മുൻപ് ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ആയി അറിയപ്പെടുന്നത് ആരാണ്? ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. പല്ലിനു പല്ല് കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെന്ന് പറയും? മനു എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. എന്നാൽ ആധുനിക മനു എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെന്ന് പറയും? BR അംബേദ്കർ എന്ന് പറയും. ആധുനിക മനു എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇത്രയും ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമാവലി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഹമ്മുറാബി
ശിക്ഷാരീതിയാണ്. പല്ലിനു പല്ല് കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെന്ന് പറയും? മനു എന്ന് പറയും. എന്നാൽ BR അംബേദ്കർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആധുനിക മനു എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. എന്നാൽ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്ന് പറയും? ഗ്രീസ് എന്ന് പറയും. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. ഗ്രീസിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഗ്രീസ് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഗ്രീസാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ. ഇനി അടുത്തത് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ ബ്രിട്ടൻ, ഗ്രീസ്, സ്വിറ്റ്സർലൻഡ് പോയിന്റ്സ് മാറാതെ കറക്റ്റായി ഓർത്തിരിക്കുക. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രിട്ടനാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ബ്രിട്ടൻ തന്നെയാണ്. എന്നാൽ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസാണ്. ഗ്രീസ് എങ്ങനെ അറിയപ്പെടുന്നു? ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നു. എന്നാൽ സ്വിറ്റ്സർലൻഡിൻ്റെ വിശേഷണം എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ്. എന്നാൽ ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്തെന്ന് ചോദിച്ചാൽ 1215 ജൂൺ 15-നാണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ സെക്കൻഡാണ്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ റണ്ണിമേഡ് മൈതാനത്തിൽ. ജോൺ സെക്കൻഡാണ് റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ചാണ്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഭരണഘടനയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അതിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലാദ്യമായി പഠിക്കേണ്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഫസ്റ്റിൽ പഠിക്കാനുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഈ നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്തായിട്ട് മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിട്ട് മാറി. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഈ നിയമപ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിട്ട് മാറി. ആദ്യത്തെ ഗവർണർ ജനറലായി ആരെ നിയമിച്ചു? വാറൻ ഹേസ്റ്റിങ്സിനെ നിയമിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമവും ഏത് തന്നെയാണ്? ഈ 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773 ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1774 ഇന്ത്യയിൽ കൊൽക്കത്തയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിച്ചു. സുപ്രീം കോടതിയിലെ കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ സർ എലിജ ഇംബെയാണ്. സർ എലിജ ഇംബെയാണ് കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ചരിത്രം നോക്കുമ്പോൾ അതിൽ ആദ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പോൾ ഈ നിയമപ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് എന്തായിട്ട് മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. അതുപ്രകാരം ആദ്യത്തെ ഗവർണർ ജനറലായി ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമവും ഏത് തന്നെയാണ്? റെഗുലേറ്റിംഗ് ആക്ട് തന്നെയാണ്. സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം എന്നാണ്? 1774. സ്ഥലം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർ എലിജ ഇംബെ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സർ എലിജ ഇംബെ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക.
ഇനി അടുത്തത് ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773 ശേഷം നമ്മൾ അടുത്തതായി മനസ്സിലാക്കാനുള്ള ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് വർഷം ഏതാണ്? 1784. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനും 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയായിട്ടാണ് ഏത് നിയമം വന്നത്? ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനും 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1774 പൊതുവായി അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1774 പൊതുവായി അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് തന്നെയാണ്. അപ്പോൾ ഭരണഘടനയുടെ ചരിത്രത്തിൽ നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിനും 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിനും ശേഷം നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സായ ഏറ്റവും വലിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയാം. അപ്പോൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തെന്ന് ചോദിച്ചാൽ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടും പിന്നെ വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങളും 3-ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ. ഇതൊക്കെയാണ് ഏത് ആക്ടിന് ആധാരമായത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും ഏത് തന്നെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കുകയും ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്ത നിയമമാണ് ഏത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി ആരാണെന്ന് ചോദിച്ചാൽ സർ മൗറിസ് ലിൻഫോർഡ് ഗൗയാർ. ആരാണ്? സർ മൗറിസ് ലിൻഫോർഡ് ഗൗയാർ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ പ്രഭുവാണ്. എന്നാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോയാണ്. അത് ഓർത്തിരിക്കുക. മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തെന്ന് ചോദിച്ചാൽ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടും വട്ടമേശ സമ്മേളനത്തിൻ്റെ നിർദ്ദേശങ്ങളും 3-ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പറുമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഏതെന്ന് പറയാം? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയാം. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സായ ഏറ്റവും വലിയ നിയമവും ഏത് തന്നെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിക്കുകയും ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്ത നിയമമാണ് ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ സർ മൗറിസ് ലിൻഫോർഡ് ഗൗയാർ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ പ്രഭുവും. എന്നാൽ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ലിൻലിത്ഗോ പ്രഭുവും ആയിരുന്നു. ഇനി അടുത്ത നമുക്ക് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകൾ പ്രധാനപ്പെട്ടതാണ്. ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അതായത് ഫെഡറൽ അസംബ്ലി, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും അല്ലെങ്കിൽ അധോസഭ, ഉപരിസഭ, അങ്ങനെ ആ രീതിയിലുള്ള ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെട്ടു.
അപ്പോൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതിയാണ് 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം വ്യവസ്ഥ ചെയ്തു. ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. നമ്മുടെ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ്. അപ്പോൾ ഈ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിനും പ്രചോദനമായത് ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്ന് സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമയെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും വേർതിരിച്ചു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെക്ഷനും 10 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെക്ഷനുകൾ ഉണ്ടായിരുന്നു. കൂടാതെ 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവിശ്യകളിൽ ഭരണം നിർവഹിച്ചിരുന്ന ഗവർണർമാരെ സംസ്ഥാനങ്ങളുടെ തലവനായിട്ട് നിയമിച്ചു. കൂടാതെ ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കാനായിട്ട് ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. എന്നാൽ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രമെന്നാണ് ജവഹർലാൽ നെഹ്റു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത്. ഇത്രയുമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്നുകൂടെ നോക്കാം. ദ്വിമണ്ഡല ഫെഡറൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണമായ സ്വയംഭരണം വ്യവസ്ഥ ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിക്കുകയും പകരം കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എങ്ങനെ അറിയപ്പെടുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയത്. കൂടാതെ ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്ന് സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമയെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ചു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര സെക്ഷനുകൾ ഉണ്ടായിരുന്നു? 321 സെക്ഷനുകൾ ഉണ്ടായിരുന്നു. എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? 10 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. പ്രവിശ്യകളിൽ ഭരണം നിർവഹിച്ചിരുന്ന ഗവർണർമാരെ സംസ്ഥാനങ്ങളുടെ ആരായിട്ട് നിയമിച്ചു? തലവനായിട്ട് നിയമിച്ചു. കൂടാതെ ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കാനായിട്ട് ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റിയും രൂപീകരിച്ചു. നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്നാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിയമമാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ലിൻലിത് ഗോയാണ്. ലിൻലിത് ഗോ ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓഗസ്റ്റ് ഓഫർ എന്നാണ് 1940 പ്രഖ്യാപിച്ച തീയതി, ഡേറ്റ് ഉൾപ്പെടെ ഫുള്ളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1940 ഓഗസ്റ്റ് 8 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് ഏത് പ്രഖ്യാപനം നടത്തിയത്? ഓഗസ്റ്റ് ഓഫർ നടത്തിയത്. 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയതാണ് ഏത്? ഓഗസ്റ്റ് ഓഫർ 1940. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. കൂടാതെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഭരണഘടനയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഓഫറുമായിട്ട് നമ്മൾ ഇത്രയും പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് ലിൻലിത് ഗോ.
ഓഗസ്റ്റ് ഓഫർ എന്ന് പ്രഖ്യാപിച്ചു? 1940 ഓഗസ്റ്റ് 8-നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഓഗസ്റ്റ് ഓഫർ? 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. കൂടാതെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നതിന് ആരെ കൂടി ഉൾപ്പെടുത്താൻ? ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകുകയാണ് ഉണ്ടായത്. ഇത്രയാണ് ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ടത്. അടുത്ത നമുക്ക് ഭരണഘടനയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അടുത്ത ഓഗസ്റ്റ് ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത്? ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ്. സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. എന്നാൽ ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ വിൻസ്റ്റൺ ചർച്ചിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1942 മാർച്ച് 22-നാണ്. 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്ന ആശയം ക്രിപ്സ് മിഷനിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയാണ് ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത്? ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രിയാണ് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1942 മാർച്ച് 22-ആണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാമെന്ന ആശയം ആര് മുന്നോട്ട് വെച്ച്? ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ചു. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തതിനാൽ ഇതെന്തോന്നായിട്ട് മാറി? ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ഒരു പരാജയമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇനി അടുത്തത് ഭരണഘടനാ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണ് വേവൽ പ്ലാൻ. 1945 വേവൽ പ്ലാൻ. അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് ഏത്? വേവൽ പ്ലാൻ. അപ്പോൾ വേവൽ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ്. 1945 വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1945 ജൂൺ 14-നാണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷമാണ് 1945 ജൂൺ 14. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് വേവൽ പ്രഭു. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് വേവൽ പ്രഭു. ഇനി അടുത്തത് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കാനായിട്ട് നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് ഏതെന്ന് പറഞ്ഞ്? വേവൽ പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേവൽ പ്ലാന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹിന്ദു മുസ്ലിം തുല്യ പ്രാധാന്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കും. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണസ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. കൂടാതെ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനിലും മാത്രമായിട്ട് ചുരുക്കും. ഇതായിരുന്നു വേവൽ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അപ്പോൾ വേവൽ പ്ലാനുമായിട്ട് നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ട് ഇത്രയും പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് വേവൽ പ്രഭു. വേവൽ പ്രഭു പ്രഖ്യാപിച്ച വർഷം എന്നെന്ന് ചോദിച്ചാൽ വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം എന്നെന്ന് ചോദിച്ചാൽ 1945 ജൂൺ 14-ആണ്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കുക. പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വകുപ്പുകളിലും ഭരണസ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകുക. കൂടാതെ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനിലും മാത്രമായിട്ട് ചുരുക്കും. ഇത്രയാണ് വേവൽ പ്ലാനുമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഭരണഘടനയുടെ ചരിത്രവുമായിട്ട് നോക്കുമ്പോൾ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ 1946. അപ്പോൾ 1946 ബ്രിട്ടനിൽ വിൻസ്റ്റൺ ചർച്ചിൽ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന കക്ഷി ഏതെന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടിയാണ്.
ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ചതാണ് ഏത് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ചതാണ് ക്യാബിനറ്റ് മിഷന്. ഇനി അടുത്ത ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? 3 പേരാണ്. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, A.V. അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാതിരുന്നത് ആര് എന്ന് ചോദിച്ച് ഈ 3 പേരും തരും. ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടെ തരും. അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങൾ ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. അപ്പോൾ ഇവർ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഇനി അടുത്ത ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തൊക്കെയാണ്? ശുപാർശകളാണ് ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, കൂടാതെ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷനുമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്, ക്യാബിനറ്റ് മിഷൻ 1946 1946 ബ്രിട്ടനിൽ വിൻസ്റ്റൺ ചർച്ചിൽ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന കക്ഷിയാണ് ലേബർ പാർട്ടി. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ചതാണ് ക്യാബിനറ്റ് മിഷൻ. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. പിന്നെ അവർ മുന്നോട്ട് വെച്ച ശുപാർശകൾ: ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഇടക്കാല ഗവൺമെൻറ്റിനെ രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നിവ. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ്റെ ഫലമായിട്ട് 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. സർ ക്ലാഡ് ഔച്ചിൻലെക്കാണ് കമാൻഡർ ഇൻ ചീഫ് എന്നുള്ള പദവി വഹിച്ചത്. ഇതിൽ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ വേവൽ പ്രഭു ആയിരുന്നു. വൈസ് പ്രസിഡൻ്റായിട്ട് ജവഹർലാൽ നെഹ്റു ആണ് ഉണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റുവിന് വൈസ് പ്രസിഡന്റും വിദേശകാര്യം 2 വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വകുപ്പായിരുന്നു ആഭ്യന്തരം, ഇൻഫർമേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്. ഇത് 3ഉം കൈകാര്യം ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇനി അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്തിരുന്നത് ഭക്ഷ്യം, കൃഷി. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏത് എന്നുള്ളത്. ഭക്ഷ്യം, കൃഷി എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ജോൺ മത്തായി ആയിരുന്നു ധനകാര്യം. M. ആസഫ് അലി റെയിൽവേയും വാർത്താവിനിമയവും. ശരത് ചന്ദ്ര ബോസ് ഖനികൾ, ഊർജം. C. രാജഗോപാലാചാരി വ്യവസായം. അടുത്തത് ബൽദേവ് സിംഗ് പ്രതിരോധം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഷഫത്ത് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസം, ആരോഗ്യം, ആർട്സ്. ഷഫത്ത് അഹമ്മദ് ഖാനാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, ആർട്സ്. ജഗ്ജീവൻ റാം തൊഴിൽ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ജഗ്ജീവൻ റാം തൊഴിൽ. അടുത്ത സെയ്ദ് അലി സഹിർ, അത് നിയമം. CH ഭാഭ വാണിജ്യം. CH ഭാഭയാണ് വാണിജ്യം. അപ്പോൾ 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിൽ ഓരോ അംഗങ്ങളും അവരുടെ വകുപ്പ് ഏതാണെന്നുള്ളത് നോക്കിപ്പോവുക. കമാൻഡർ ഇൻ ചീഫായിരുന്നു സർ ക്ലൗഡ് ഔച്ചിൻലെക്ക്. വേവൽ പ്രഭു ആയിരുന്നു പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ്. വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം, ഇൻഫർമേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം, കൃഷി. ജോൺ മത്തായി ധനകാര്യം. M. ആസഫ് അലി റെയിൽവേ, വാർത്താവിനിമയം. ശരത് ചന്ദ്ര ബോസ് ഖനികൾ, ഊർജം. C. രാജഗോപാലാചാരി വ്യവസായം. ബൽദേവ് സിംഗ് പ്രതിരോധം. ഷഫത്ത് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസം, ആരോഗ്യം, ആർട്സ്. ജഗ്ജീവൻ റാം തൊഴിൽ. സെയ്ദ് അലി സഹിർ നിയമം. CH ഭാഭ വാണിജ്യം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കുകയുള്ളൂ. കട്ട് ഓഫ് ബേസ് ചെയ്ത് നടക്കുന്ന ഡെയിലി 8 PM എക്സാംസ് എല്ലാവരും ഉറപ്പായി അറ്റൻഡ് ചെയ്യുക. മാർക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും അപ്ലോഡ് ചെയ്താൽ ഉടൻ വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ 8590277422 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക.